പത്തനംതിട്ടയിലെ ദമ്പതികളിൽ നിന്ന് മർദ്ദനമേറ്റ രണ്ട് യുവാക്കളും ബന്ധുക്കൾ എന്ന വിവരം. രശ്മിയുമായുള്ള ഇരകളുടെ ബന്ധം ഭർത്താവ് ജയേഷ് അറിഞ്ഞതോടെയാണ് ക്രൂര പീഡനം. ഇരുവരെയും വീട്ടിലേക്ക് എത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചെന്നുമാണ് വിവരം. കൂടുതൽ വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ആണ് ചേരുന്നത്. ശ്രീരാജ്, ഇക്കാര്യത്തിൽ ദുരൂഹതകളേറെയാണല്ലോ. നേരത്തെ ഹണി ട്രാപ്പ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ്, എന്നാൽ ഇപ്പോൾ മറ്റൊരു രീതിയിലാണല്ലോ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. സ്വാതി, അതായത് ഈ പ്രതികളിൽ ഒരാളായ രശ്മിയുമായി ഈ യുവാക്കൾക്ക് സൗഹൃദ ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഇവരുമായിട്ടുള്ള സ്വകാര്യ ചാറ്റ് ജയേഷ് രശ്മിയുടെ ഭർത്താവ് കണ്ടതോടെ ഇരുവരെയും യുവാക്കളെ വീട്ടിലേക്ക് എത്തിക്കാൻ രശ്മിയോട് ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ പിന്നീട് രശ്മി ഇവരെ ഫോണിലൂടെയും ഫോൺ വിളിച്ചും ചാറ്റ് ചെയ്തും ഒക്കെ വീട്ടിലേക്ക് എത്താൻ ആവശ്യപ്പെടുന്നുണ്ട്. സൗഹൃദത്തിന്റെ പുറത്താണ് എന്നുള്ള രീതിയിലായിരുന്നു വീട്ടിലേക്ക് ക്ഷണിച്ചത്. പിന്നീട് ഭർത്താവ് ജയേഷ് ഇവരെ രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് 2 ദിവസങ്ങളിലായി കൂട്ടിക്കൊണ്ട് വരികയും ചെയ്തു. 2 ദിവസങ്ങളിലായിട്ടാണ് ഈ ക്രൂര പീഡനം ഇരുവർക്കും നേരിടേണ്ടി വന്നത്. റാന്നി സ്വദേശിയും ആലപ്പുഴ സ്വദേശിയുമായ 2 യുവാക്കൾക്കായിരുന്നു ഇത്തരത്തിലുള്ള ക്രൂര പീഡനം നേരിടേണ്ടി വന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇരുവരും ബന്ധുക്കളായിരുന്നു. നേരത്തെ ജയേഷുമായി തന്നെയായിരുന്നു ഇവർക്ക് ഏറ്റവും ആദ്യം ബന്ധമുണ്ടായിരുന്നത്. ജോലിയിലടക്കം ഒരുമിച്ചുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഇവർക്ക് ക്രൂരമായ പീഡനം ഏൽക്കേണ്ടി വരുന്നു. അത് ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലയർ തറയ്ക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇവർക്കെതിരെ ചെയ്തു എന്നാണ് പുറത്തു വരുന്ന മൊഴി. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എന്തായാലും ഇരുവരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അല്പസമയം മുൻപ് ജയേഷിനെ ഈ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തിയിരുന്നു. പോലീസ് മനസ്സിലാക്കുന്നത് ഇവരുടെ ഫോണിൽ കൂടുതൽ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉണ്ട് എന്നാണ്. നിലവിൽ കണ്ട ദൃശ്യങ്ങൾ കണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഭീകരമായ ദൃശ്യങ്ങൾ എന്ന് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ അന്വേഷണ ഘട്ടത്തിലിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വിവരങ്ങളെപ്പറ്റി ഫോണിൽ ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പങ്കുവയ്ക്കാനും തയ്യാറായില്ല. എന്തായാലും പ്രതികൾ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ശരി ശ്രീരാജ്, പത്തനംതിട്ടയിലെ ദമ്പതികളിൽ നിന്ന് മർദ്ദനമേറ്റ 2 യുവാക്കളും ബന്ധുക്കളെന്നും രശ്മിയുമായുള്ള ഇരകളുടെ ബന്ധം ഭർത്താവ് ജയേഷ് അറിഞ്ഞതോടെയാണ് ക്രൂര പീഡനം എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്.